3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റയ്ക്കായവനാണ്. അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ, മുഖത്തൊക്കെ മുറിവോടെ ഇരിക്കുന്നുണ്ട് 3-ാം ക്ലാസ്സുകാരി അവന്തിക. അസംഖ്യം അനാഥത്വങ്ങൾ. കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുറഞ്ഞു കിടന്നത് പാൽമണം മാറാത്ത, ഓമനത്തം മാറാത്ത എത്രയെത്ര കുരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ, അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്ത് പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. സൈന്യവും രക്ഷാസേനയും, ഇന്ത്യ, സന്നദ്ധ സംഘടനകൾ. നമ്മ കുട്ടികൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കോടാ. അതെങ്ങനെയാടാ? നിങ്ങവിടെ കളിച്ചോണ്ടിരിക്കണേ, ആ ഫുട്ബോൾ കളിക്കണ്ടേ? അതിന് ബോൾ എവിടെ? അതിന് വേണ്ടിയില്ല നമ്മ ഇന്നലെ കാശ് പിരിച്ചത്. ആ എടാ, നമ്മ ഇന്നലെ ബോൾ വാങ്ങിക്കാൻ വേണ്ടി പിരിച്ച ശമ്പളമില്ലേ? കാശിക്ക് നമുക്ക് ബോൾ വാങ്ങാണ്ടാ. പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ പാകത്തിനൊരു ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കെട്ടിയൊരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ, അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ. നമ്മളൊരു പരാജയപ്പെട്ട ജനതയെയല്ല. ഇപ്പോൾ ചാനലുകാരോടും പത്രക്കാരോടും വരാൻ പറഞ്ഞിട്ടുണ്ടേ. ഈ പ്രളയവും ഉരുൾപൊട്ടെന്നൊക്കെ പറയണതേ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതൊക്കെ എല്ലാ കൊല്ലം വരും നാസറേ. ഇതിനൊക്കെ സഹായിക്കാന്നല്ലേ അതിനെ നേരുണ്ടാവുള്ളൂ. ഒരു സെക്കൻഡ്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൊള്ളാം. മക്കളൊരു കാര്യം ചെയ്യും, പിന്നെ പോയിട്ട് പിന്നെ വായോ. ഞാൻ കുറച്ച് പഴയ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തു നോക്കാം. അത് കുറച്ച് പിള്ളേർ പഴയ ഡ്രസ്സിൽ വന്നു. എന്തോരം കാശുണ്ടായിട്ട് എന്താ കാര്യമല്ലേ? അത് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ എല്ലാം പോയില്ലേ? ചില ആളുകളൊന്ന് പുഞ്ചിരിച്ചെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. അതൊരു ദാനല്ലേ?